ഈ ഈ സിനിമേൻ്റെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത് സമയമായാലും സ്പേസ് ആയാലും ഒക്കെ വലുതാണല്ലോ, വലിപ്പം കൂടുതലാണല്ലോ എല്ലാ അർത്ഥത്തിലും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു പരസ്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. പക്ഷെ അതിൽ കൂടെ നമ്മളൊരു ഫുൾ സ്റ്റോറി അങ്ങനെ നറേറ്റ് ചെയ്യുമല്ലേ. അതിനകത്ത് ഈ പറയുന്ന സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭീകരമാണ്. അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്യുക? ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞതിലേക്ക് ഞാൻ കണക്ട് ചെയ്യും സാധനത്തിൽ. അതായത് സിനിമാറ്റോഗ്രഫി, നല്ല സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് അതിനകത്ത് ചോദ്യം. അതായത് മുഴച്ചു നിൽക്കണോ? മുഴച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ബ്യൂട്ടിഫിക്കേഷൻ ആണ് സിനിമാറ്റോഗ്രഫി എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണ, ഒരു സങ്കല്പം. അതാണ്. ഓക്കെ. അപ്പം നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സുന്ദരിയായ പെൺകുട്ടിയെ ഇരുത്തുക, അവളെ സുന്ദരിയായിട്ട് ലൈറ്റപ്പ് ചെയ്യുക, സുന്ദരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഭംഗിയാക്കുക, അതാണ് നല്ല സിനിമ. സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുക, നല്ല വിഷ്വൽസ് ആണെന്ന് അറിയാല്ലേ, നല്ല സിനിമാറ്റോഗ്രഫി. അപ്പം ഇതാണ് നമുക്ക് സിനിമാറ്റോഗ്രഫിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ്. ഇന്റർനാഷണൽ സിനിമ നോക്കിയാൽ ഇങ്ങനെയൊന്നും അല്ല ഇത്. നമ്മൾ ഡാർക്കായിട്ടുള്ള ഒത്തിരി സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ നല്ല സിനിമാറ്റോഗ്രഫി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ സാധനം. പിന്നെ എന്തിനാണ് നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നതും അല്ല എന്ന് പറയുന്നതും. അപ്പോൾ ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സിനിമാറ്റോഗ്രഫി എന്ന് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ പറയും, സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറുടെ പണിയല്ല, മാത്രമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ. ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതി തുടങ്ങുമ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രഫി തുടങ്ങുകയാണ് അവിടെ രാത്രി. എൻ്റെ ലിമിറ്റേഷൻ, ആദ്യത്തെ ലിമിറ്റേഷൻ വന്നു കഴിഞ്ഞു. രാത്രി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി മുറിയിൽ ഉറങ്ങിക്കിടക്കുന്നു, മനസ്സിലായി, ഒരു സിറ്റുവേഷനാണിത്. ജനാലയിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചത്തിൽ അവളെ നമുക്ക് കാണാം. അപ്പോൾ അത് ബാക്കി ഡാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് പിന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കോപ്പേ ഉള്ളൂ അതിനകത്ത്. അതിൽ നല്ലതും ചീത്തയും ഇല്ല. അത് ഞാൻ പറഞ്ഞു പോകുന്ന ഒരു കഥയുടെ ഫീലിംഗ് ആണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് നല്ലപോലെ ചെയ്യാം, മോശമായിട്ടും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പിന്നെ എനിക്ക് എടുക്കാവുന്ന ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു പക്ഷേ ലെൻസിങ് ആയിരിക്കാം, ഒരു കോമ്പോസിഷൻ എലമെൻ്റ് ആയിരിക്കാം, വേറൊന്ന് ആ ജനലിൽ വരുന്ന വെളിച്ചം നിയോൺ വെളിച്ചം വേണോ, ചുവന്ന കളർ വേണോ, ഇല്ലെങ്കിൽ ട്യൂബ്ലൈറ്റ് വേണോ എന്നൊക്കെ എനിക്ക് നിശ്ചയിക്കാം. എന്തുമാത്രം ആ മുറിയിൽ മറ്റു വസ്തുക്കൾ കാണണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നിശ്ചയിക്കാം. ഇവളുടെ കണ്ണുകൾ എത്രമാത്രം വിസിബിൾ ആകണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നിശ്ചയിക്കാം. പിന്നിൽ കാണുന്ന വിൻഡോ ഒരു 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 ഈറി ആയിട്ടുള്ള അവസ്ഥയാണോ ഉണ്ടാക്കേണ്ടത്, അതോ സസ്പീഷ്യസ് ആയിട്ടുള്ളതാണോ, അതോ പ്രെറ്റി ആയിട്ടുള്ളതാണോ എന്നെനിക്ക് നിശ്ചയിക്കാം. ഇങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് നിശ്ചയിക്കാനുള്ള വകുപ്പുകളുണ്ട് ഇതിനകത്ത്. അതെവിടെ നിന്നാണ് ഈ നിശ്ചയങ്ങൾ വരുന്നത്? എവിടെ നിന്നാണ് ഞാനിതൊക്കെ തീരുമാനിക്കുന്നത്? സ്ക്രിപ്റ്റിൽ നിന്നാണ്. സ്ക്രിപ്റ്റ് പിന്നീട് പറഞ്ഞു പോകുന്ന വഴികളിൽ നിന്നാണ് ഞാൻ വേണുവായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ വേണു പറയുന്നില്ല, അതിനുണ്ട്, ഞാനത് കണ്ടിരുന്നു. KG ജോർജ് പറയുന്നത് രാത്രി ഈ വീട് ഇങ്ങനല്ല, പകൽ കാണുന്ന പോലെ അല്ല എന്നാണ്. അപ്പോൾ വേണു പറയുന്നത് ഇത് കൂടുതൽ പറയാനില്ല. ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില ലൈനുകളാണ് ഇതിനെക്കുറിച്ച്. നമുക്ക് എങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് എങ്ങനെ കാണണം, ഒരു പ്രേക്ഷകൻ ഒരു സിറ്റുവേഷനെ എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഫീഡാണ് ഇതൊക്കെ. അതിലൂടെയാണ് നമ്മുടെ സിനിമാറ്റോഗ്രഫി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതില്ലാത്ത സിനിമകളെ കുറിച്ചാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. 90% സിനിമകൾ ഇതില്ല. അത് കവറേജ് എന്ത് വേണമെന്നുള്ള ഒന്നുമില്ല, അത് കവറേജാ. അവർ കഥ പറയുന്ന ഡയലോഗുകളിലൂടെ മാത്രമാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇതിനകത്ത് ഡയലോഗുകൾ വേണ്ട. അതുകൊണ്ടാണ് KG ജോർജിന്റെ സിനിമകൾ വ്യത്യസ്തമായി. ഒരു ഫ്രെയിമിലൂടെ അദ്ദേഹം കുറേ കഥകൾ പറയുന്നുണ്ട് നമ്മുടെ അടുക്കളയിൽ. ആ ഡയലോഗ് വേണമെന്നില്ല അത് പറയാനായിട്ട്. അപ്പം ഈ രണ്ട് രീതിയിലുള്ള ചിത്രം എടുപ്പിലാണ് ഒന്ന് തിയേറ്ററായിട്ട് മാറുന്നതും വേറൊന്ന് സിനിമയായിട്ട് മാറുന്നതും. അപ്പം ഈ ഒരു പരസ്യചിത്രം എന്ന് പറയുന്ന മുമ്പ് ചോദിച്ച ചോദ്യത്തിൽ, പരസ്യചിത്രം എന്ന് പറയുന്നതും കഥ പറച്ചിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് തീരുമാനിക്കണം 10 സെക്കൻഡിൽ 20 സെക്കൻഡിൽ എങ്ങനെ ഒരു കഥ പറഞ്ഞു തീർക്കണം എന്നുള്ളത്. ഇതിൻ്റെ വേറൊരു രസമുള്ളൊരു സംഭവം പറയാം. ഞാൻ ജോണി ഗദ്ദാർ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര രസമുള്ള രീതിയിൽ നമ്മൾ ഡിവൈസ് ചെയ്തൊരു സിനിമയായിരുന്നു. ഒത്തിരി ഞാൻ കളറൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചൊരു സിനിമയായിരുന്നു അത്. എങ്ങനെ എവിടെ വേണം എന്നൊക്കെയുള്ള രീതിയിലും ഏത് കളർ വേണം എന്നൊക്കെയുള്ളതിലൊക്കെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തൊരു സിനിമയായിരുന്നു. വളരെ അപൂർവമായിട്ടുള്ള എൻ്റെ വർക്കുകളിൽ ഒന്നാണ് ജോണി ഗദ്ദാർ എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്തു വരുമ്പോൾ ഇത് ഏതാണ്ട് ഒരു 80% വന്നു കഴിഞ്ഞപ്പോൾ പടം നിന്നുപോയി. പൈസ ഇല്ലാണ്ടായിപ്പോയി പ്രൊഡ്യൂസറുടെ കയ്യിൽ. അങ്ങനെ പടം നിന്നു, നമുക്കൊന്നും പൈസ തന്നിട്ടില്ല. അങ്ങനെ നമ്മളിതിൻ്റെ പടം നിന്നുപോയി. അപ്പം നിന്നുപോയി ഒരു 8 മാസത്തോളം ആ പടം പിന്നെ മുമ്പോട്ട് പോയതേ ഇല്ല. അപ്പോൾ ഈ 8 മാസവും ഞാൻ ശ്രീരാമനോട് പറഞ്ഞുകൊണ്ടിരുന്നു നമുക്കിത് മാറി വേറെ പടം ചെയ്യാം എന്ന് പറയുമ്പോൾ ശ്രീരാമൻ വിടില്ല, ഇത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധം പിടിച്ചിരുന്നു. അപ്പോൾ ഈ 8 മാസം ഈ പടം എഡിറ്റ് ചെയ്തു.
അപ്പോൾ എഡിറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്താണ് ആ പടം ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടാണ് റിലയൻസ് ആ പടത്തിൻ്റെ ഇത് ഏറ്റെടുക്കുന്നതും ചിലവ് നമ്മൾ വഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പടം പിന്നെ പുനരുദ്ധരിച്ചു. അപ്പം നമുക്കൊരു ലിമിറ്റഡ് ബജറ്റിലാണ് നമ്മൾ ആ പടത്തിൻ്റെ ബാക്കി 20% തീർക്കുന്നത്. ഇത്ര പൈസയുള്ളൂ, ഇത്ര ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും. അതിലൊക്കെ മുകളിലായിട്ട് നമ്മൾ ഈ പടത്തിൻ്റെ എഡിറ്റ് കഴിയുമ്പോൾ അതിൽ ഇടയ്ക്ക് ഇല്ലാത്ത പോർഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ഷൂട്ട് ചെയ്യാത്ത പോർഷൻസ്, അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 12 സെക്കൻഡ് ബ്ലാങ്ക് ആണ്, നമുക്ക് ലെങ്ത് മൊത്തം നമ്മൾ കറക്റ്റ് ആക്കി. ഇതാണ് ആ പടത്തിൻ്റെ ഫീൽ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു 10 സെക്കൻഡ് കൂടുതൽ പോകണ്ട, ഇല്ലെങ്കിൽ ഇതിന് 30 സെക്കൻഡ് ആയിരിക്കണം ഈ സീൻ എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ രണ്ടാമത് ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഈ 30 സെക്കൻഡിൽ എങ്ങനെ ഈ ഒരു ഐഡിയ കൺവേ ചെയ്യും. അപ്പോൾ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ കണ്ടന്റ് ഇതാണ്, സ്റ്റൈൽ ഇതായിരിക്കണം, ഇത് നമുക്കറിയാം. അത് എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനം നമ്മൾ എടുക്കുന്ന അപ്പോഴാണ്. പക്ഷെ ഇതിനുള്ളിൽ നിൽക്കണം. അപ്പോൾ ഇതൊരു വർക്കാണ് ഈ സംഭവം. ഇത് നമ്മുടെ ഇന്നത്തെ സിനിമകളിലൊന്നും ഇല്ലാത്തൊരു സംഭവം. ഞാൻ പറഞ്ഞിട്ടുള്ള പല സിനിമകളും വർഷങ്ങളോളം ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ള സിനിമകളുണ്ട്, അത് രക്ഷപ്പെടാത്ത സിനിമകളുമാണ്. അപ്പോൾ ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ടൈമിങ്ങും പേസിംഗ് എന്ന് പറയുന്ന ഒരു സാധനം സിനിമയിൽ. അങ്ങനെയാണ് ആ സിനിമ ഇന്നൊരു കൾട്ടായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ജോണി ഗദ്ദാർ എന്ന് പറയുന്നത്. ആ സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം ഇത് മുമ്പ് ഞാൻ പറഞ്ഞ പരസ്യത്തിലേക്ക് വരുമ്പോഴും ഇതാണ് സംഭവം. ഇപ്പം വിനിലിൻ്റെ കാഡ്ബറി ആഡ് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു പേജ് ആയിട്ടുള്ളൊരു ബ്രീഫാണ്. ഈ ബ്രീഫ് എന്ന് പറയുന്നത് ഒരു ഫാമിലി, അതിലെന്താണ് കാഡ്ബറീസിൻ്റെ റോൾ എന്താണ്, ഒരു ഹസ്ബൻഡ് വൈഫ് പുതുതായിട്ട് കല്യാണം കഴിച്ച ഒരു ഫാമിലിയിൽ എന്താണ് റോള്, ഇല്ലെങ്കിൽ എയർടെല്ലിൻ്റെ അതുപോലെ തന്നെ കുറച്ച് ആഡ്സ് ഉണ്ട്, അത് വിദ്യയും മാഡിയുമായിട്ടുള്ളത്, ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളിലൂടെയാണ് നമ്മൾ ആ സിനിമയിലേക്ക് കയറുന്നത് തന്നെ. അപ്പം നമുക്ക് കൺവേ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്കുള്ള ടൈം ഫ്രെയിമും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് എങ്ങനത്തെ ഷോട്ടുകൾ ഡിവൈസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കൺസ്ട്രെയിൻസിനുള്ളിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സാധനങ്ങളുണ്ടാവും നമുക്ക്, കൂടുതൽ ഫെസിലിറ്റീസിനേക്കാളും കൂടുതൽ. ഈ എയർടെല്ലിൻ്റെ പരസ്യത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴേ ആ 2 പരസ്യം ഈ അടുത്ത് കണ്ടപ്പം, ഒന്ന് ഇൻകമിങ് കോളിന് 1 റുപ്പി ഉള്ള സമയം, പിന്നെ ഒരു 1.5 രൂപേൻ്റെ. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് നോക്കുമ്പോഴേ അതൊരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു രേഖപ്പെടുത്തലും കൂടിയാണ്. സാധാരണ നമ്മള് പരസ്യങ്ങൾക്ക് അങ്ങനെ പറയലില്ലല്ലോ. സിനിമ ഒരു രേഖപ്പെടുത്തൽ പറയണം, പക്ഷെ പരസ്യം എങ്ങനെയാണ് നമ്മുടെ. അതേമാതിരി തന്നെ കാഡ്ബറീസിന്റെ പരസ്യവും. പിന്നെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയ 2 പരസ്യം, സ്ത്രീവിരുദ്ധമായ 2 സാധനങ്ങളാണ്. അത് ഇപ്പോഴത്തെ റീഡിംഗ് ആട്ടോ, അന്ന് ചിലപ്പോൾ നമ്മൾ ആ രീതിയിൽ തോന്നിയിട്ട് ഉണ്ടാവില്ല. അത് ഒന്ന് തനിഷ്കിന്റെ ഒരു പരസ്യം, അതില് ആഭരണം ഇടുമ്പോ കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ള കുട്ടിയുടെ കാഴ്ചപ്പാടിനെ മാറുന്നു എന്നുള്ളതാണ്. ഈ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച സംഗതി എന്താ വെച്ചാല്, പരസ്യങ്ങളായാലും സിനിമയായാലും 2 തരത്തിലുള്ള ഒരു എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ടെക്നോളജിക്കൽ ആയിട്ടുള്ള എവല്യൂഷൻ, അത് ഭയങ്കര പോസിറ്റീവാണ് ഒരർത്ഥത്തിൽ. രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ കലാരൂപങ്ങളിൽ, ആർട്ട് ഫോംസിൽ മുഴുവന്, സിനിമയിൽ, ഈവൻ പരസ്യം മുമ്പ് ഇല്ലാത്ത ഇപ്പൊ വരുന്ന പരസ്യങ്ങളുടെ കൺസെപ്റ്റുകൾ മുഴുവനും വേറെ തരത്തിലുള്ള. ഇപ്പൊ സിയറ്റയറിന്റെ ഒരു പരസ്യം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ റിച്വൽസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പരസ്യങ്ങളിൽ പണ്ടത്തെ മാതിരിയല്ല, ഇത്തരം സ്ത്രീവിരുദ്ധത ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു മാറ്റം മലയാളത്തിൽ നമുക്ക് കുറച്ചും കൂടി അടുപ്പമുള്ളതുകൊണ്ട് വിസിബിളാണ്. ബോളിവുഡിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു മാറ്റം പരസ്യത്തിൽ നിന്നില്ലയോ ഇല്ല, രണ്ടും അല്ല, ഉണ്ടാക്കുന്നവരിൽ നിന്നും ഉണ്ടാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഒന്നാമത് ഇതിന്റെ പിന്നിലുള്ളൊരു മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കി പറ്റുള്ളൂ. ഇപ്പം സിയറ്റ് പോലുള്ളൊരു കമ്പനിയോ ഇല്ലെങ്കിൽ ഏത് കമ്പനിയാണെങ്കിലും ഒരു പരസ്യം നിർമ്മിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കൈകളിലേക്ക് എത്തുന്നതിനും വളരെ മുമ്പ് അതിന് കുറേയേറെ വർക്ക് നടക്കുന്നുണ്ട്. കൺസെപ്ച്വലി. അപ്പോൾ ഇതിൽ 3 ഘടകങ്ങളാണുള്ളത് ഈ ഒരു പ്രോസസ്സിൽ: ക്ലയൻറ്റ്, ഏജൻസി, പ്രൊഡക്ഷൻ ഹൗസ്. അപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് ഒരു റിക്വയർമെൻറ്റ് വരുന്നു ഏജൻസിയിലേക്ക്, ഏജൻസിയും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെയിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ അതിൽ ഈ സെയിൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു റിസർച്ച് ഡേറ്റ ഉണ്ട്. അവരുടെ ഇന്ന ഏരിയാസിൽ ഞങ്ങൾക്ക് ഇന്ന സെയിലുണ്ട്, അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ് ഇതാണ്, അവരാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ ഇൻഫർമേഷൻ അനലൈസ് ചെയ്തിട്ടാണ് ഏജൻസി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കിയെടുക്കുന്ന സ്ക്രിപ്റ്റാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പം അതിൻ്റെ പിന്നോക്കം പോകുമ്പോൾ
ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഏജൻസി ആവാം, ക്ലയന്റ് ആവാം. ക്ലയന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ പോവില്ല. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് കാരണം എന്താണ്? സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് സ്ത്രീവിരുദ്ധത കാണുന്നില്ലെങ്കിൽ അത് സൊസൈറ്റിയുടെ മാറ്റമാണ്, അല്ലാതെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവർ കാരണമല്ല സ്ത്രീവിരുദ്ധത ഇല്ലാതാവുന്നത്, അവരത് റിഫ്ലക്ട് ചെയ്യുന്നേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള അവരുടെ സാധനം അതാണ് അതിന്റെ പോയിന്റ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ഇതുണ്ടാവുന്നത്. അതിന് പല മാനങ്ങളുണ്ടാവാം. ഒരു പക്ഷേ ഇതിങ്ങനെ ഇറക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പബ്ലിസിറ്റി ആവാം, അതും പ്രോഡക്റ്റിന്റെ പബ്ലിസിറ്റി ആവാം. നെഗറ്റീവ് പബ്ലിസിറ്റി ഇസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയുള്ള കുറേ അനാലിസിസിന് ശേഷമാണ് അവർ തീരുമാനിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാവുന്നത്. അപ്പോൾ അത് വരുന്നത് നമ്മുടെ ഇതിലേക്കാണ്. നമുക്കും അതിനകത്ത് കുറച്ചൊക്കെ ഒരു വളരെ ചെറിയൊരു റോൾ പ്ലേ ചെയ്യാനുണ്ടാവും. എന്ത് കോസ്റ്റ്യൂം ആണെന്നുള്ളതോ അങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയൊരു റോൾ ഉണ്ടാവും, അതിൽ കൂടുതലില്ല. മൊത്തം ബോളിവുഡ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ഇന്ത്യൻ സാഹചര്യത്തിലൊരു നിർണായകമായൊരു സ്വാധീനവും കൂടിയിട്ടാണ്. എന്നുവെച്ചാൽ രാഷ്ട്രീയമായ സ്വാധീനമുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളിൽ മുഴുവൻ എങ്ങനെയാണ് നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത്, അതിന് പ്ലീസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന സിനിമകൾ. അങ്ങനെ ആയിരുന്നില്ല ഒരു പക്ഷേ നമ്മുടെ മൊത്തത്തിലുള്ള സിനിമാ ലോകം എന്ന് പറയുന്നത്. പക്ഷെ ഇത് വിസിബിളാണ് ഹിന്ദി സിനിമാ ലോകത്തിനകത്ത്. അത്തരം ചർച്ചകൾ, അതായത് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവുന്നു, പ്രൊപ്പഗാൻഡ ആയിട്ട് പറയുന്ന സിനിമകൾ ഉണ്ടാവുന്നു. അതിനകത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? ഇത് നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നൊരു ചർച്ചയാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ഒക്കെ അതിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതിന്റെ ഉറപ്പായിട്ടും അത് നമുക്കറിയാം. അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതിന് തയ്യാറാവുന്നു മേഖല എന്നുള്ളതാണ്. അതുണ്ട്. അതിന്റെ കാരണം രണ്ടാണ്. ഒന്ന് ഫിയർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണെന്നുള്ളത്. ഏത് ഫാഷിസ്റ്റ് ഗവൺമെന്റുമായിട്ടും ആർട്ട് വിഭാഗം എല്ലാ കാലത്തും ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പം അതിന് കാരണം അതായിരുന്നു. അതിനെ എതിർത്തിട്ടുള്ള വളരെ ചുരുക്കം പേരേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ബോളിവുഡിനെ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിശ്ചയമുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഇറങ്ങി വരുന്നത്. ഇല്ല അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മറ്റേതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിൽ കൂടിയും അതിനൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു നിശ്ചയമുള്ള ഒരു ഗ്രൂപ്പാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. അത് യാദൃശ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാനിതിനെ കാണുന്നേ ഇല്ല. അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കോൺഷ്യസ് ആണ്, വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ആ സാധനം. അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽസ് ഉണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് മെഷീനറി വിച്ച് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി. അതാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ബോളിവുഡിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ബോളിവുഡിനുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ രീതി പോലും അവർ ഉപയോഗിക്കുന്ന രീതി പോലും കറക്റ്റ് ആണോ നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് പടങ്ങൾ ഫ്ലോപ്പ് ആയി പോകും. അക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പൊ ബാബറി മസ്ജിദ് സംഭവിക്കുന്നതിന് കുറച്ച് മുന്നെയാണ് രാമാനന്ദ സാഗറിന്റെ സീരിയല് വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈക്കിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമുക്കറിയാം. ഇപ്പം സമാനമായ രീതിയിൽ വിഷ്വൽ മീഡിയ, ടെലിവിഷനിൽ ഓഫ് കോഴ്സ് ഇത് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ സീരിയലുകളുടെയും പ്രോഗ്രാംസിൻ്റെ ഒക്കെ സ്വഭാവമാണ്. ടെലിവിഷൻ ന്യൂസ് മീഡിയ മാറിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സിനിമയും, അതായത് വിഷ്വൽ നരേറ്റീവുകളെ മുഴുവനും എങ്ങനെ സഫ്രണൈസ് ചെയ്യാം, അങ്ങനെ തന്നെ ഉപയോഗിക്കും. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് പത്താൻ വരെ നിൽക്കുന്ന ഒരു സംഗതിയിൽ എങ്ങനെ ഇതിനെയൊക്കെ ഒരു കാവ്യ കൊണ്ട് പൊതിയാം എന്നുള്ള ഒരു സംഗതി. ഇതിനകത്ത് നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്നു, നിങ്ങളെ പോലെയുള്ള ആളുകൾ ചെയ്യണമെന്ന് വിചാരിച്ച സിനിമ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആർട്ട് ഒക്കെ ഇനി ഞാൻ പക്ക പൊളിറ്റിക്കൽ വ്യൂവിൽ തന്നെ ചോദിക്കുകയാണ്, ഭയമാണോ പ്രതീക്ഷയാണോ, ഇനി പറ്റുമോ എന്നുള്ള? ഇന്ന് മജോറിറ്റി ആയിട്ടുള്ള ഭയം തന്നെയാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. ഭയത്തിലുണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള സാധനം മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ വഴി പോയാലല്ലേ പ്രശ്നം. അതുകൊണ്ടാണ് ഒത്തിരി പേര് ഇതിനകത്ത് ഇൻവോൾവ് അല്ലാതിരിക്കുന്നത്. ആ ഒരു ഫിയറിൽ നിന്ന് മാത്രമാണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഓസ്കാറിൽ കയറി നിന്നിട്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അവർക്ക് ആ ഭയം ഇല്ലാത്തതുകൊണ്ടാണ്. നാളെ മനുഷ്യൻ അവരെ തല്ലാൻ പോകുന്നില്ല, കല്ലെറിയാൻ പോകുന്നില്ല, അവരുടെ സിനിമകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു ഫ്രീഡം, ആ ഒരു എനർജി അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇതിവിടെ ഇല്ല. ഇത് കഴിവതും ഒഴിവായി നിൽക്കുക എന്നുള്ളത്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അപൂർവമായിട്ടെങ്കിലും ഞാൻ പൊളിറ്റിക്കൽ പോസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പോസ്റ്റിന്
ഒരു 40 ലൈക്കാണ് കിട്ടുക മാക്സിമം, മറ്റത് 800 ഉണ്ടാവും. ഇതെല്ലാം ഞാൻ അറിയുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന ആൾക്കാരുമാണ്. ഭയമാണ്. നമ്മളതിൽ കടക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നതാണ്. ഭയമാണ് മെയിനായിട്ടുള്ള സാധനം. അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ഏത് ഫീൽഡിലാണെങ്കിലും. ഫിയറാണ് അവർ കൊണ്ടുനടക്കുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് ഫിയറിൻ്റെ പൊളിറ്റിക്സാണ് അവർ കളിക്കുന്നത്, പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു സംശയമില്ല. ഇപ്പം ഈ ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു 70s 80s ഒക്കെ. അമിതാഭ് ബച്ചൻ്റെയും ധർമ്മേന്ദ്രയുടെയൊക്കെ ഒരു പീരീഡ്. അവിടെ നിന്ന് പതുക്കെ സിനിമ മാറി തുടങ്ങുന്നു. കരൺ ജോഹറും ഒക്കെ വരുമ്പോഴത്തേക്കും സിനിമകൾ കൂടുതൽ ഇൻ്റർനാഷണൽ ടോപ്പിക്കുകൾ, ഇൻ്റർനാഷണൽ എന്ന് ഞാൻ പറയുമ്പോൾ സ്പേസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിലുള്ള ടോപ്പിക്കുകൾ, സംസാരിക്കുന്ന വിഷയം ചിലപ്പം റിലേഷൻഷിപ്പ് ഔട്ട്സൈഡ് മാരേജ് ഒക്കെ സംസാരിച്ചു തുടങ്ങണം. ഇത് ഇന്ത്യൻ സിനിമ മിണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ അവർ സംസാരിക്കാൻ കാരണം ഈ ഇൻകം എന്ന് പറയുന്ന ഒരു സാധനം പുറത്തുനിന്ന് വന്നു തുടങ്ങി എന്നുള്ളതാണ്. മാർക്കറ്റാണത്. ഇന്ത്യയിൽ ഓടിയിട്ട് 3 മാസം ഓടിയിട്ട് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ, ഇല്ലെങ്കിൽ അതേ പൈസ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഓടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ടോപ്പിക്കുകൾ ഇട്ടാലല്ലേ അത് അവർക്ക് താല്പര്യം ഉണ്ടാകും. അപ്പം ഈ ടോപ്പിക്കുകളുടെ സ്വഭാവവും കളറും ഒക്കെ മാറി. അത് കുറച്ചുകൂടി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അത് സിനിമ മാറിയത് കൊണ്ടല്ല, അത് ഇവിടെ അവിടെ വിൽക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നും, അതായത് UP യിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ ഒക്കെ ഹിന്ദി സിനിമ കണ്ടുകൊണ്ടിരുന്നവർക്ക് സിനിമയിലുണ്ടായി. ഈ സിനിമകൾ അവർക്ക് ദഹിക്കില്ല. ഷാരൂഖ് ഹാവിങ് എ റിലേഷൻഷിപ്പ് വിത്ത് സമൺ എൽസ്, അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവും, അംഗീകരിക്കില്ല എന്നുള്ളതാണ്, പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ അവിടെ പൈസ ഉണ്ടാവും. അതുകൊണ്ട് ഈ സിനിമകളുടെ ടോപ്പിക്കുകൾ ജനറലായിട്ട് ഈ ടോപ്പിക്കുകൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളിലേക്ക് മാറി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി സിനിമ ഈ ഹിന്ദി ഹാർട്ട്ലാൻഡുകളിൽ നിന്ന് ഇറങ്ങി വന്നു തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിനിമകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഭോജ്പുരി സിനിമകളുണ്ടായി, ഒറീസ സിനിമയിലുണ്ടായി. ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ സ്വകാര്യമായിട്ടുള്ള ചെറിയ ഇൻഡസ്ട്രികളായിട്ട് തുടങ്ങിയിട്ട് ഇന്ന് വലിയ ഇൻഡസ്ട്രി ആയിട്ടുണ്ട്. ബീഹാറിലാണെങ്കിലും ഇവിടെയൊക്കെയും ഇൻഡസ്ട്രികൾ വലുതായി തുടങ്ങി. ഇത് ഈ ഹിന്ദി സിനിമ ഇറങ്ങിപ്പോയ സ്പേസിലാണ് ഇത് ഉണ്ടായത്, ഇല്ലെങ്കിൽ ഇത് ഉണ്ടാവുന്നില്ല. പക്ഷെ അവർ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. മുമ്പ് ഹിന്ദി സിനിമ പറഞ്ഞിരുന്ന സംഭവങ്ങളാണ് അവരിപ്പോഴും പറയുന്നത്. ഫോർമുല തന്നെയാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കാനോ കയറി ചെല്ലാനോ ഇത് വിൽക്കാനോ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വിൽക്കാനോ വളരെ എളുപ്പമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് തന്നെയാണ് കുറച്ചും കൂടി നമ്മുടെ സ്പേസ് കൂടെ വലുതാക്കുന്നത് അല്ലേ? അതെ, അതാണ് സംഭവം. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല. അതിനകത്ത് ഈ മലയാള സിനിമേനെയും ഹിന്ദി സിനിമകളെ ഒരുപോലെ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ മലയാള സിനിമയുടെ പുറത്തുള്ള മാർക്കറ്റ് എങ്ങനെയാ? എന്നെ ഇന്ന് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മലയാള സിനിമ പുറത്ത് വിൽക്കപ്പെടുന്നില്ല ഞാൻ പലരും ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ ക്ലൗട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് ഈ സിനിമകൾ അവിടെ വിൽക്കപ്പെടുന്നില്ല? അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് തെലുഗു സിനിമകളൊക്കെ ജപ്പാനിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്, തമിഴും. എന്തുകൊണ്ട് നമുക്കങ്ങനെ വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല ഇത് വിൽക്കാനായിട്ട്. അതിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് പൊതുവേ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത് എത്ര ചീപ്പായിട്ട് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം VCD കൊണ്ട് കൊടുക്കുന്നതാണ് ഒരു തിയേറ്ററിൽ പടം റിലീസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ള പണിയെന്ന് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ സിനിമകളൊന്നും പുറത്ത് വിൽക്കപ്പെടാതെ പോയത്. VCD അവൈലബിൾ ആയിരുന്നു. ദുബായിലോ അബുദാബിയിലോ സൗദിയിലോ എവിടെ പോയാലും ഈ പടങ്ങളുടെ ഒക്കെ VCD കിട്ടും. അവിടെ നിന്നാണ് പലപ്പോഴും നമുക്ക് കിട്ടിയിരുന്നത് ഈ VCDs ഒക്കെ വന്നിട്ടിരുന്നത്. അതൊരു മാർക്കറ്റല്ല ഒരിക്കലും. അത് ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു, ഇല്ലെങ്കിൽ കോപ്പീഡ് ആയിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ഈ മാർക്കറ്റ് പോവുകയാണ് ചെയ്തത്. പറഞ്ഞു വന്ന വഴിക്ക് ഒന്ന് പറഞ്ഞോട്ടെ. കുറേ നാൾ മുമ്പ് ഞങ്ങൾ 3 Idiots ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തത് IIM-ലായിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ ഒരു ദിവസം രാത്രി IIM-ൻ്റെ ഡയറക്ടറും ഞങ്ങളും കൂടെ ഡിന്നറിന് പോയി. ഞാനും രാജു 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു വന്നപ്പം ഈ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എന്താണ് പറയുന്നത്, പടങ്ങൾ കോപ്പി ചെയ്ത് വിൽക്കുന്നില്ലേ, പൈറേറ്റഡ്. അപ്പോൾ ഈ പൈറസിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ പൈറസി എന്ന് പറയുന്നത് ഇപ്പം പൊതുവേ എല്ലാ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ലൈനാണിത്. പൈറസി മുഖാന്തരം നമുക്ക് ഇത്രയേറെ പൈസ ഇൻഡസ്ട്രിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും പൈസ പൈറസിയിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയായിട്ടുള്ളൊരു റീഡിങ്ങേ അല്ല ഈ സാധനം.
ഇത് പറയുന്നതേ ഉള്ളൂ അങ്ങനെ. കാരണം ഒരു ഫാമിലിക്ക് ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ 1000 രൂപയുടെ മുടക്കാണ് ഒരു സിനിമ കാണണമെങ്കിൽ. ഇത് ബോംബെയിലോ ഇല്ലെങ്കിൽ ഹിന്ദിയിൽ ജീവിക്കുന്ന ഒരു 80% പേർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ലത്. അതുകൊണ്ട് അവർ ഈ സിനിമ കാണാൻ പോവുകയില്ല. നിങ്ങളുടെ ധാരണയാണ് അവർ ഈ സിനിമ കാണുമായിരുന്നു, അതുകൊണ്ടാണ് ഈ പൈസ നഷ്ടമായെന്നുള്ളത്. അവരുടെ അടുത്തേക്ക് ഇല്ലാത്ത ഓഡിയൻസിന്റെ നഷ്ടമാണ് കണക്കാണ് ഈ പറയുന്നത്. അവരുടെ അടുത്ത് എത്തുന്നത് ഈ പൈറേറ്റഡ് VCD ആണ്. അതവർ കാണും. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആളുകൾ കാണുക ചെയ്യുന്നത്. പക്ഷെ കാണുക എന്നുള്ളതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ഈ ഒരു ട്രാക്കിനെ ഉപയോഗിക്കാം എന്നുള്ളത്. ഈ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം VCD ആയിട്ട് വേണമെങ്കിൽ റിലീസ് ചെയ്യുക. അതിൻ്റെ ഒരു മെത്തഡോളജി ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഞങ്ങൾക്ക് ഇത്ര പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല. ആ പൈസ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ നഷ്ടമാണ്, ഒരിക്കലും ഇത് കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ടെക്നോളജിയോടുള്ള നമ്മുടെ ഒരു സമീപനമാണ് ഇതിനകത്ത് ഒരു ഇഷ്യൂ, അല്ലാതെ വേറൊന്നുമില്ല. എങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവർക്ക് അതേ വിലയ്ക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം തീർന്നു, ആ പൈസ ഇങ്ങോട്ട് വരികയും ചെയ്യും. അനലോഗിന്ന് ഡിജിറ്റലിലേക്കുള്ള മാറ്റം ഈ കഴിഞ്ഞ നിങ്ങളുടെ തന്നെ 35 വർഷത്തെ ഒരു ജീവിതത്തിനിടയ്ക്ക് കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിൽ സഡൻ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിനകത്തേക്ക് മാറുന്നുണ്ട്. പുനലൂർ രാജേട്ടനുണ്ടല്ലോ, ഫോട്ടോഗ്രാഫ്, പുള്ളി നമുക്ക് നേരത്തെ അറിയുന്നതാണ്. അപ്പോൾ പുള്ളി ഈ അനലോഗ് ഫോട്ടോഗ്രാഫിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഡിജിറ്റലിനെ പുള്ളിക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഡിജിറ്റൽ വന്നതോടുകൂടി പുള്ളി ഫോട്ടോ എടുപ്പ് തന്നെ നിർത്തി. അങ്ങനത്തെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ലെജൻഡറി ആയിട്ടുള്ള. പക്ഷെ ഇതിനെ അപ്ഡേറ്റ് ചെയ്ത ആളുകളെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അപ്ഡേറ്റ് ചെയ്യാണല്ലോ വേണ്ടത്. നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്, ഇതിനെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് മറികടന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് കുറച്ചുകൂടി എളുപ്പമാവുമല്ലേ ചെയ്തിട്ടുള്ളത് ശരിക്കും? അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പോലും പറയുന്നത് എനിക്ക് ഫിലിം ഉപയോഗിച്ച് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലാതെ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വിഷ്വൽ എഫക്ട്സ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്റ്റഫർ നോളൻ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാകാത്തതുകൊണ്ടല്ല, അതൊരു ഒരു ലൈൻ എന്നേ ഉള്ളൂ. ഈ ആർട്ട് എന്താ പറയുക, ആർട്ട് എന്നുള്ള രീതിയിൽ അതിൽ വ്യത്യാസമുണ്ടോ? ഇതിൽ 2 തരത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഇല്ല. ഓക്കെ, ഉണ്ട്. ഡെപ്ത് കൂടുന്നോ അങ്ങനെയൊക്കെയാണോ? എനിക്ക് അറിഞ്ഞൂടാ. വെറും നമ്പറുകളാണ് അതൊക്കെ. ഫിലിമിൽ ഷൂട്ട് ചെയ്ത എന്തെങ്കിലും പുതിയ കുറച്ചുപേരുടെ വിശ്വാസമാണത്, അത്രേ ഉള്ളൂ. അത് വളരെ നമ്മൾ ഒത്തിരി സാധനങ്ങൾ കഴിഞ്ഞ ദിവസം വിളക്ക് കൊളുത്തിയപ്പോൾ ഗ്യാസ് ലൈറ്റർ കൊണ്ട് വിളക്ക് കൊളുത്തിയപ്പോൾ അത് ഗ്യാസ് ലൈറ്റർ കൊണ്ട് കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ളൂ, അല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു തീപ്പെട്ടി കൊണ്ട് എങ്ങനെ കൊളുത്ത്, അതും വന്നിട്ട് ഒരു 100-150 ലക്ഷമല്ലേ ആയിട്ടുള്ളൂ. കല്ലൊക്കെ ഉറക്കേണ്ടി വരും, കല്ലൊരച്ചിട്ടാണ് കൊളുത്തിട്ടുള്ളത്. അപ്പൊ രാവിലെ ഇരുന്നാൽ ഉച്ചയാവും ഇത് കൊളുത്തുമ്പോഴത്. അതാണ് അവസ്ഥ, വേറുന്നില്ല. അല്ലാതെ വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഒരു കെമിക്കൽ ഡെവലപ്മെന്റിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ഇമേജും ഇലക്ട്രോണിക്കിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഇമേജും തമ്മിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിഫറൻസ്, ലുക്ക് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കതിനെ തിരസ്കരിക്കാൻ പറ്റില്ല. ഇത് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആണ്. ഇത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവുന്നേ ഉള്ളൂ, വേറൊന്നുമില്ല അതിനകത്ത്. എന്ന് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയും, ഒരു അഗൈൻ കണ്ടന്റിലേക്ക് പോകുമ്പോൾ ഒരു ചിത്രം നന്നാവുന്നത് അത് ഓയിൽ പെയിന്റ് ആണോ വാട്ടർ കളറാണോ എന്നുള്ള റീസൺ കൊണ്ടല്ല, കണ്ടന്റ് വെച്ചിട്ടാണ്. നമ്മളെ ഐഡിയയും അതിൻ്റെ ടെക്നിക്കും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അതിനുള്ള മീഡിയം അല്ല അതിൻ്റെ ഇഷ്യൂ. ഇപ്പം എനിക്ക് ഇന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ DA എന്നൊക്കെ പറയുന്ന ചില വേർഡ്സ് ഉണ്ട്, അത് തെറ്റാണെന്നുള്ള ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇതിനകത്ത് ഞാനിത് എപ്പോഴും ഒരു ക്രിയേറ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് DA എന്ന് പറയുന്ന ഒരു സംഭവത്തിന്. അല്ലാതെ കറക്റ്റീവ് ടൂളല്ല, കറക്റ്റ് ചെയ്യാനുള്ളൊരു സാധനമല്ല, കളർ കറക്ഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്. അത് ക്രിയേറ്റീവായിട്ട് അതിനെ വേറൊരു സാധനമാക്കാൻ പറ്റും, തെറ്റിനെ ശരിയാക്കുകയല്ല, അല്ല, അതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ലെയറാണ് എനിക്ക് കിട്ടുന്നത് പലതും ചെയ്യാനായിട്ട്. മുമ്പ് RGB എന്ന് പറഞ്ഞ 3 കളറുകൾ മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് മാത്രം വെച്ചിട്ടായിരുന്നു ഞാനൊരു ഇമേജിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മില്യൺസ് ആണ് എൻ്റെ, ഫോട്ടോഷോപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. വലിയൊരു മെഷീനുണ്ട്, ഏത് കളർ വേണമെങ്കിലും പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനുള്ളൊരു സൗകര്യം എനിക്കുണ്ട്. അപ്പം ഞാൻ പടം തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ തലയിൽ ഇതുണ്ട്, മൂഡ് കൊണ്ടുവരാമെന്നല്ലേ. അതല്ലേ, ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സാധനം. ഇത് ടെക്നിക്കലായിട്ട് തള്ളിക്കളയേണ്ട ഒരു സംഭവമേ അല്ല ഇത്. ഇത് മനുഷ്യന്റെ തലയിലേക്ക്, ഒരു ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സംഭവമാണ്. എന്ത് മൂഡാണ് ഞാൻ സ്ക്രീനിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇത് ഉണ്ടാക്കാനുള്ള അവസരമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ന് കിട്ടിയ ഒരു ടൂളാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. ഇതിലേക്കൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മുടെ സിനിമയിൽ നിന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഒരു ഫീൽഡിലും വൻ സാധ്യതകളാണ്. ഇത് നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മളിത്, ഇപ്പം തമാശയായിട്ട് നമുക്ക് തോന്നാം, ഈ ഒത്തിരി സീരിയലുകൾ ധാരാളമായിട്ട് നിങ്ങൾ കാണും, സിനിമയിലും ഇഷ്ടം പോലെ കാണും. 2 പേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു,
അതിൽ ഒരാൾ സംസാരത്തിനിടയ്ക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു പോകുന്നു. ക്യാമറ ഇവിടെയാണ്, ക്യാമറയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുന്നു, ക്യാമറ ഇവിടെ കട്ട് ചെയ്യുന്നു, അപ്പോൾ ഇയാൾ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇതിങ്ങനെ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മെത്തേഡാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ, രണ്ടുപേരുടെ ഡയലോഗിൻ്റെ മെത്തേഡാണിത്. ഇത് മുഴുവൻ എന്താണെന്നറിയോ, അഭിനയം പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവരോട് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഇതാണ് നിങ്ങളുടെ ഓഡിയൻസ്. ഓക്കെ, ക്യാമറയാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അഭിനയത്തിന് പഠിപ്പിക്കുന്നവർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനെ വേണം ഫേസ് ചെയ്യാൻ. അത് സ്റ്റേജാണ്, നാടകമാണത്. ഇപ്പൊ സ്റ്റേജിൽ ഒരു പഞ്ച് ലൈൻ പറയാൻ വേണ്ടിയിട്ട് ആക്ടർ മുമ്പോട്ട് നടന്നു വരും, ഓഡിയൻസിന് അടുത്തേക്ക് നടന്നു വന്നിട്ട് മൈക്കിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ടാണ് ലൈൻ പറയുക. ഇതേ സംഭവമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്. സിനിമയിൽ ഇതൊക്കെ മാറിപ്പോയി എന്നുള്ളത് ഇന്നും നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ ബ്രേക്ക് ഡൗൺ ഈ ഒരു ടെക്നോളജിക്കൽ സാധനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. കവറേജ് എന്ന് പറയുന്ന ഒരൊറ്റ ഐഡിയയിൽ നിന്നിട്ടാണ് നമ്മുടെ സിനിമ ലാംഗ്വേജ് രൂപപ്പെടുന്നത്. ഇതാണ് പ്രശ്നം. ഈ കോണ്ടെക്സ്റ്റിൽ മലയാളം സിനിമ നമ്മൾ തന്നെ ട്രൂ കോപ്പി തന്നെ അത്യുജ്വല കാലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 20ഓളം പുതിയ സിനിമക്കാരുടെ ഇന്റർവ്യൂ സീരീസാണ് ചെയ്തത്. അതിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, നമ്മൾ സിനിമ കാണുന്ന രീതി മാറിയിട്ടുണ്ട്. ഇപ്പൊ മറ്റത് തിയേറ്ററിനകത്തല്ലാത്തൊരു സിനിമയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി ഒരുപാട് തിയറികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കളക്റ്റീവ് ഇമോഷനും ഡാർക്ക്നെസ്സും ഒക്കെ. അതിൻ്റെ അകത്തൊന്നും മാറിയിട്ട് നമ്മൾ മൊബൈലിൽ എപ്പോഴ വേണമെങ്കിലും ഇരുന്ന് കാണുന്ന രീതിയിലേക്ക് സിനിമ മാറി. അപ്പോൾ അതിനകത്ത് പങ്കെടുത്ത ഈ പുതിയ ജനറേഷനിലെ എല്ലാവരും അതിനെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ ഹിന്ദുവിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിനകത്ത് OTT-ൽ ഞാൻ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള അതായത് നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ഒരു ആള് തന്നെ അക്കാലത്തെ സിനിമ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുള്ള ആളെ പരിമിതിനെയാണ് ശരിയെന്നും പരിമിതികളാണ് സാധ്യത എന്നും തെറ്റിദ്ധരിക്കുന്നതിന്റെ ഒരു കാലത്തിന്റെ മാറ്റം ഉണ്ടല്ലോ. അല്ല, ഞാൻ ഈ അപ്ഡേഷനെ കുറിച്ചിട്ട് അതാണ് പ്രശ്നം. നമ്മുടെ അതിന് പ്രായമൊന്നും വിഷയമല്ല, വളരെ ചെറുപ്പക്കാരും ഉണ്ടാവും ഇങ്ങനെ പറയുന്ന ആൾക്കാർ. ശരിയാ. അപ്പൊ അത് ഒരുപക്ഷെ പുതിയ ടെക്നോളജിയെ മനസ്സിലാക്കാത്തതാവാം, ഇല്ലൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സമൂഹത്തിന് ഡെവലപ്മെന്റ് ആണെന്ന് അറിയാത്തവരാവാം. പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിനും പിന്നിലേക്ക് പോകാൻ പറ്റും നമുക്ക്. ഇല്ലാതിരുന്ന സമയത്തേക്ക് നമുക്ക് ചെല്ലാം. അപ്പൊ അതുപോലും മനസ്സിലാവാത്ത ഒരു ചെറിയൊരു കാലയളവിൽ കുടുങ്ങി കിടക്കുന്നവരാണ് ഇവരെല്ലാം. ഈ മൊബൈലിൽ നമ്മൾ കാണുന്ന സിനിമ, അതായത് ചെറിയ സ്ക്രീനിൽ കാണുന്ന സിനിമ, ഇനിയിപ്പോ സിനിമകൾ ചെയ്യുമ്പോൾ അത്തരം പ്രേക്ഷകരെയും കൂടെ നമ്മൾ കാണുമല്ലോ. അപ്പം ഒരു സിനിമാറ്റോഗ്രാഫറിന്റെ വ്യൂ എന്തായിരിക്കും? അത് ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് ഭയങ്കര ഷോക്കിങ്ങാണ് സാധനം. വെച്ചാല് ആരാ എന്നോട് പറഞ്ഞത്, ഈ അടുത്ത കാലത്ത് ഞാൻ ആരോടോ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു 70% സെല് ചെയ്യുന്നത് മൊബൈലിലാണെന്ന് പറഞ്ഞു. ഈ ഇമേജ് ഞാൻ 70%ഓ? ഇതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. അപ്പം ഞാനിത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണിത്. അപ്പം അതിനകത്ത് ഞാൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ടെലിവിഷൻ തുടങ്ങുന്ന കാലത്ത് ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. ഞാൻ പടത്തിൽ പുറത്താക്കിയിട്ടുണ്ട് ടെലിവിഷനിൽ, സീരിയൽസിൽ നിന്നൊക്കെ പലപ്പോഴും. എന്നുവെച്ചാൽ ഞാൻ വലിയ ലോങ് ഷോട്ടൊക്കെ എടുക്കും. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് മിഡ് ഷോട്ടിൽ നിൽക്കണം, അതാണ് ടെലിവിഷൻ. അതിൽ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സിനിമ എങ്ങനെയാണ് TV കാണുന്നതെന്ന് ചോദിച്ചു. സിനിമ കാണാൻ വേണ്ടിയിരിക്കാനുണ്ടല്ലോ വൈകുന്നേരം സിനിമ റിലീസ് ചെയ്യുമ്പോൾ, അതെങ്ങനെ നിങ്ങൾ കാണും? അതിനകത്ത് ലോങ് ഷോട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെന്റൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഈ ഞാൻ പറയുന്ന ഇതൊക്കെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാറുന്നില്ല. ആ ഒരു മീഡിയം നിങ്ങൾ എവിടെ കാണുന്നു എന്നുള്ളതല്ല അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. സിനിമ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സിനിമയുടെ ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ കാണുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. അതിനകത്ത് മൊബൈൽ വാച്ചിൽ വേണമെങ്കിലും കാണാം ഈ സാധനം. അത് ലോങ് ഷോട്ട് ആവുന്നത് കൊണ്ട് എവിടുന്നാണ് ഇത് വരുന്നത്? ലോങ് ഷോട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല എന്നുള്ള ഒരു ധാരണ തിയേറ്ററിൽ നിന്നാണ് വരുന്നത്. തിയേറ്ററിൽ നിന്ന് മാത്രമാണ് അത് വരുന്നത്. അതല്ലെങ്കിൽ ആ ഒരു ഇമേജ് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ അതിനുണ്ടല്ല, അത് പറയാനുള്ള സാധനങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് അത് നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ ഏത് മീഡിയത്തിൽ നിങ്ങൾ കണ്ടാലും.